മാഷാ അല്ലാഹ് ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹം ഈ ബത്തക്കട തോട്ടത്ത് പോയിട്ട് ഒരു പീസ് എടുത്ത് കഴിക്കുക എന്നുള്ളത്. ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. 39 വയസ്സായി, ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അത് നമ്മളെ ചങ്ക അലിബായുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കേട്ടാ. ഒരു രക്ഷയില്ല കേട്ടാ. ഇത് ഓറഞ്ചാട്ടാ. നിങ്ങൾ തിന്നണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇങ്ങനെ തിന്നുമ്പോൾ വേറെ വൈബാട്ടോ. നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുപോയി വാങ്ങിക്കുക, അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യുക. അതല്ല, മുകളിൽ നിന്ന് വെയിലും ഉള്ളിലേക്ക് കുളിരും പൊളിക്കും. ട്രാവസ്റ്റ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളാഞ്ചേരി കൊളമംഗലം ഭാഗത്താണുള്ളത്. ഇന്ന് നമ്മളെ സുഹൃത്തായ അലിയുടെ കൃഷിയിടത്തിലാണ് നമ്മളുള്ളത്. തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. 4 ഐറ്റംസ് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇത് ഇപ്പോൾ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഇത് 2ാമത്തെ വർഷം. അതായത് ആദ്യം നമ്മൾ നല്ലപോലെ വിളവെടുത്തോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുറച്ചായിട്ട് ഒരു 50 സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ ചെയ്തു നോക്കി. അതിൽ നിന്ന് വിജയം കണ്ടതിന് ശേഷമാണ് പിന്നെ 2ാമത് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ നമ്മൾ ആദ്യം പഠിക്കണം. പഠിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതെ. അതായത് ഇപ്പോൾ എന്താണ് വിത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കും? ഓൺലൈനിൽ നമുക്ക് ബിഗ് ആയിട്ട് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമുക്ക് ഓർഡർ ചെയ്യാം അല്ലേ? അതായത് ഇത് അധികം വിദേശ രാജ്യത്ത് നിന്നല്ല വരുന്നത് ഇതിൻ്റെ എല്ലാ വിത്തുകളും. ഇപ്പോൾ അമേരിക്കൻ കമ്പനികളുണ്ട്, ജപ്പാൻ കമ്പനികളുണ്ട്, ഇന്ത്യൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെയും വിത്തുകൾ വരുന്നുണ്ട്. അതായത് ഇതിപ്പോൾ എന്താണ് ഏതൊക്കെ തരം എന്താണ് വിത്തുകളാണുള്ളത്? അതായത് ഇപ്പോൾ 3-4 ഐറ്റംസ് ഇല്ല ഇവിടെ? ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെ നാട്ടിലെ? നമ്മളെ നാടൻ തണ്ണിമത്തം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറാനി. പിന്നെ നമുക്ക് ഇറാനിൽ തന്നെ പിന്നെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട്. ഉള്ളിൽ മഞ്ഞ കളർ ഉള്ളത്, ഉള്ളിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്നതാണ് ഓറഞ്ച് കളറുള്ളത്. അത് അങ്ങനെ 4-4 ഐറ്റംസ് ഇപ്പോൾ ഇതിലിപ്പോൾ ഓറഞ്ച് കളറുള്ള ഉള്ളിൽ പൊട്ടിച്ചാൽ ഓറഞ്ച് കളറുള്ളതുണ്ട്, റെഡ് കളറുള്ളതുണ്ട്, മഞ്ഞ കളറുള്ളതുണ്ട്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത് ഈ റംലാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ഒരു സീസണും കൂടിയാണ്. ഒന്നാമത് ചൂട് ഭയങ്കരമാണ് ഇപ്പോൾ. അപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നിങ്ങൾ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് 4:30 മണിക്കാണ് നമ്മളിവിടെ വിളവെടുപ്പ് ഉള്ളത്. അപ്പോൾ പിന്നെ അപ്പോൾ അത് ആരെങ്കിലും കൃഷി വകുപ്പിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും? നമ്മളെ മെമ്പറുണ്ട്, അതുപോലെ തന്നെ കൃഷി വകുപ്പിലെ ആളുകളുണ്ട്, പിന്നെ നടക്കാവിൽ മുഹമ്മദ് അലി സാറുണ്ട്. ശരി. അവരെല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മറ്റേ ഈ അങ്ങനെ കവറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പം ഞാൻ ഒരുവിധമുള്ള കൃഷിയിലൊക്കെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പണ്ടൊന്നും ഇങ്ങനെ ഈ ഒരു കവറിൻ്റെ ഒരു സിസ്റ്റം ഇല്ല. അത് എന്തുകൊണ്ടാണ് ഇടുന്നത്? അത് ഈ കള പറിക്കാൻ. നമുക്ക് കള പറിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുല്ല് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന നിൽക്കാൻ വേണ്ടിയിട്ട് ഈ 2 കാര്യത്തിനാണ് കൂടുതലായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഒന്നും പുല്ലില്ല. നേരെ മറിച്ച് അതില്ലാത്ത സമയമാകുമ്പോൾ നമ്മൾ വെള്ളം നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പുല്ല് പൊന്തും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളമൊന്നും നമുക്കതിന് കിട്ടൂല. പുല്ല് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ നന നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന അതിൽ കൂടുതലായിട്ട് സമയം കിടക്കും. വെയിലിൻ്റെ സമയത്ത് അടിച്ചു പോകില്ല. അപ്പോൾ അതിൻ്റെ അടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുട മാതിരിയാണ്. അടി ബ്ലാക്ക് കളറാണ്. അത് ശരി. ഇതിപ്പോൾ ഇതുണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുകൊണ്ട് ഒഴിവാക്കും. ഈ ഷീറ്റ് ഒഴിവാക്കാൻ പണിയുന്നില്ല. വലിച്ചു കഴിഞ്ഞാൽ പോരും. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും. വെള്ളം കാണിച്ചു തരാം. വെള്ളം വരും. വെള്ളം അങ്ങനെ വരും. അതായത് എന്താണ് ഓരോ ഏരിയക്കുള്ള വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടി ട്രിപ്പായിട്ട് അങ്ങനെ പോകും. അലിബായി, പിന്നെ ഇതിപ്പോൾ എത്ര മാസമാണ് ഇത് എന്താണ് വിളവെടുക്കാനുള്ള സമയം? ഓരോ വിത്തിനും ഓരോരോ സമയമുണ്ട്. 65 ദിവസം മുതൽ 80 ദിവസം വരെയുള്ള സമയങ്ങളുണ്ട്. വിത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ ഇപ്പോൾ സെലക്ട് ചെയ്ത വിത്തുകൾ എല്ലാതും ഒരേമാതിരി വിളവെടുക്കണം? ഏകദേശം കൂടുതൽ 65 ദിവസം ടു 70 വരെ ഉള്ള സമയങ്ങളിലുള്ള വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുക. കൂടുതൽ സമയം നമുക്ക് വഴുകാതിരിക്കാതിരിക്കാൻ നമ്മൾ നോക്കും പ്രധാനമായിട്ടും. പിന്നെ ഇത് 2 രീതിയിൽ നമുക്ക് ഇതിൽ കൃഷി ചെയ്യാൻ പറ്റും. ഒന്ന് വിത്ത് നേരെ ഡയറക്റ്റ് കുത്തിയിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ തെയ്യ് ട്രേയിൽ മുളപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ നോക്കിയ കായ കൂടുതൽ കിട്ടുന്നത് നമ്മൾ തെയ്യ് വെച്ചതിന് ശേഷമുള്ളതാണ്. ഒരേപോലെ നമുക്ക് കായ കിട്ടും. ഈ വിത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ പല സമയത്താണ് മുള വരിക. കായ ഒരുപോലെ വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ മുള വരുന്നത് രണ്ട് രീതിയിലേക്ക്. കുറച്ച് സമയം വഴുകും. മറ്റേത് നമ്മൾ കറക്റ്റായിട്ട് ആ സമയത്ത്
ഡ്രയൽ ചകിരിച്ചോറ് അതുപോലെ തന്നെ മറ്റേ കമ്പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുളപ്പിക്കുക. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രണ്ടാമത്തെ ഇല മൂന്നാമത്തെ ഇല വിരിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിത് കുത്തിയിടുക. മറ്റേ ഡയറക്റ്റായിട്ട് നമ്മൾ വിത്ത് കുത്തിയിട്ട് ചിലത് മുളക്കും, ചിലത് മുളക്കാത്ത പ്രശ്നം വരും. അപ്പോൾ ഈ മുളക്കാത്ത പ്രശ്നം വരലേക്ക് പിന്നെ രണ്ടാമത് നമ്മൾ വിത്ത് കുത്തിയിടുന്ന സമയത്ത് ഒരേ സമയത്ത് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ കായയുടെ ഒരു ഡിഫറൻറ്റ് വരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫുള്ളായിട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് കുത്തിടാതെ തൈ മുളപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യണത് കണ്ടപ്പോൾ നമ്മളങ്ങനെ ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ പണി കുറക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് കുത്തിയിട്ട് ചെയ്ത് നോക്കിയത്. അതിപ്പോൾ നമുക്കിതിൽ 2 ഇത് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ണ് പൂട്ടിയതാണ്, റൊട്ടേറ്റർ വെച്ചിട്ട് പൂട്ടിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൈപ്പണിക്ക് എടുത്തതാണ്. അപ്പോൾ അതിൽ ഈ കട്ടകളുണ്ട്. ഈ കട്ടകൾ കറക്റ്റായിട്ട് നനവ് അതുപോലെ തന്നെ വളം കിട്ടാനൊക്കെ പ്രയാസം വന്നു. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് അതിൽ കാണുന്നുണ്ട്. ഇതിനുള്ളൊരു ഗുണം ഇതിലും കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരുപോലെ ഈ ഇലകളൊക്കെ വിരിഞ്ഞ് നിൽക്കണ കാണാം. അത് നമുക്ക് അത്ര തന്നെ ഒരു ഇപ്പോൾ തണ്ണിമത്തം മാത്രമാണോ ഇപ്പോൾ ഉള്ളത്? ഇല്ല, പച്ചക്കറികളുണ്ട്. ഇപ്പോൾ വെള്ളരി അതുപോലെ തന്നെ നമ്മളെ ചൂടിന് ഏറ്റവും ഇതായിട്ടുള്ള പൊട്ടുവെള്ളരി, പയറുണ്ട്, വെണ്ട ഉണ്ട്, ഇത് ചീരയുണ്ട്. ഈ കുറേ ആയോ ഈ കൃഷി ഇതിലേക്ക്? കൃഷി ഉപ്പായിട്ട് നടത്തണതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യണതാണ് കൃഷി. അപ്പോൾ ആ ഒരു ഇത് നമ്മളിലേക്കും വന്നു. അതെ. അപ്പോൾ ആ ഒരു ഇത് അതായത് പാരമ്പര്യമായിട്ട് കിട്ടുമ്പോൾ നമ്മളും ചെറുപ്പത്തിൽ ഇത് കണ്ടു വളർന്നു. നമുക്ക് അതിനോടൊരു താല്പര്യം വന്നു. നമ്മളിവിടെ മീൻ കൃഷി ചെയ്യലുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്. ഒരുവിധമുള്ള എല്ലാ കൃഷിയിലേക്കും നമ്മൾ ചുവടെടുത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ തണ്ണിമത്തം കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ, കഴിഞ്ഞ കൊല്ലാണല്ലോ നിങ്ങൾ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഈ ഒരു തണ്ണിമത്തം കൃഷിയിലേക്ക്, ഇത് നമ്മുടെ നാട്ടിൽ വല്ലാതൊരു മുന്നൊന്നും ഈ പരിചയമില്ലാത്തൊരു കൃഷി ഇതല്ലോ ഈ തണ്ണിമത്തം. അതിനെ കുറിച്ച് എങ്ങനെ പഠിച്ചത്? നമ്മളെ വിചാരം നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ആരും ചെയ്യാത്തൊരു വെറൈറ്റി നമ്മുടെ പരീക്ഷിച്ചിട്ടുണ്ട്. ഈ ഗൾഫിലൊക്കെ ഉണ്ടാവുന്ന കസ് എന്ന് പറഞ്ഞ സാധനം, നമ്മളെ കസ്, അതാരും പരീക്ഷിച്ചിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കാണണം, കാണിച്ചു തരാം. കാരണം അത് പിന്നെ ജർജീർ ഉണ്ടാക്കിയിട്ടുണ്ട്. ജർജീർ ഇപ്പോൾ നമ്മളെ ഈ ഫിറോസ് ഇതിൽ ഭയങ്കര വൈറലാണ്. ഞാനൊരു 6-7 വർഷം മുമ്പേ ഇതുപോലെ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അതിന് വിത്ത് കൊടുത്തുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എങ്ങനെയാണ് സമയം, എങ്ങനെയാണ് വിളവെടുപ്പ് എനിക്കറിയില്ല. പക്ഷെ ഞാനത് വിളവെടുത്തത് ഒരു 80 ദിവസം 90 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിനത് കായായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇല തൊടാൻ പറ്റില്ല. ഭയങ്കര കയ്പ്, ഗ്യാസ് ഉണ്ടാവും അതിന്റെ മുകളിൽ. നമുക്കറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെയാണ് പിന്നെ നമ്മള് ചെയ്തത്. പിന്നെ ചില വിത്തുകൾ മുളക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കീടങ്ങൾ വരുന്നതുണ്ട്. അതൊക്കെ നമ്മൾ നോക്കാം. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരുപാട് കീടങ്ങളെ പ്രശ്നങ്ങൾ വളരെ കുറവാണ്. എന്താ കാലാവസ്ഥൻ്റെ വ്യതിയാനമാണോ എന്താണെന്നറിയില്ല. പക്ഷെ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാം നല്ല ഹൈറായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ കീടങ്ങളെ ശല്യങ്ങൾ ഉണ്ടായിരുന്നു, കുറേയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാലാവസ്ഥൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് കാണും. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വിധത്തിലുള്ള ഒന്നും ചെയ്യാത്തൊരു സാധനം നമ്മളിതിലാകെ കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ കോഴി വേസ്റ്റ്, കോഴിവളം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചാണകപ്പൊടി. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരൊറ്റ കീടങ്ങളും ഉണ്ടാവില്ല. അതെ, നല്ല തെളിഞ്ഞ്. അതെ. പിന്നെ ഇതൊക്കെ പയറല്ലേ? അത് ഫുള്ള് പയർ. പിന്നെ അതാ ചീര അവിടെ നമ്മൾ പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പറിച്ച് നടാൻ സമയത്ത് നമുക്ക് ഈ വെയിലിപ്പോൾ കൂടുതലായ സമയത്ത് പറിച്ച് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് കിട്ടാൻ പ്രയാസം. ഒരു ദിവസം 2 ദിവസം മഴക്കാറ് മൂടി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ചീര നന്നായിട്ട് നമുക്ക് ഉഷാറായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൾച്ചിങ് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇതിപ്പോൾ മൾച്ചിങ് ഷീറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതെ, ഈ പുല്ലിങ്ങനെ വളർന്നു. ഇതിൽ നമ്മൾ ജർജീർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജർജീർ നമുക്ക് കിട്ടാത്തത് ഈ കള വന്നുകൊണ്ടാണ്. അതെ, അത് ജർജീറാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു പ്രശ്നം വന്നത്. പക്ഷെ മൾച്ചിങ് ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരില്ല. ഞാനിപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ കൃഷിയുടെ ഒക്കെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് ഈ കാണാൻ തുടങ്ങിയത് ഈ ഒരു സിസ്റ്റം. അതായത് പണ്ട് കാലത്തൊന്നും നമ്മളവിടെ ഈ ഇങ്ങനെ ഇത് വരമ്പുണ്ടാക്കിയിടുക എന്നല്ലാതെ ഇതിൻ്റെ മേലൊരു ഷീറ്റിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കണ്ട് പഠിച്ച ഒരു ഇതായിരിക്കും. കൂടുതലായിട്ട് ഇസ്രായേലിലാണ് ഇങ്ങനെ കൃഷി ചെയ്യണത് അല്ലേ? ഈ ഇപ്പോൾ അടുത്ത് ഗവൺമെന്റ് കുറച്ച് കൃഷിയുടെ ആൾക്കാരൊക്കെ വെച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവര് അപ്പൊ കൃഷി വകുപ്പ് ആ രീതിയിലുള്ള ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടിട്ട് പിന്നെ നമ്മൾ ചെയ്യും. യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതെ എല്ലാ മേഖലയും. അതെ. പിന്നെ ഇപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു 65 ദിവസമായി ഇപ്പോൾ നമ്മൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് വിളവെടുക്കുകയാണ്. അപ്പോൾ
പിന്നെ അത്യാവശ്യം എന്താണ് ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് ലെവലിൽ വലിപ്പം വെച്ചിട്ടുണ്ട് അല്ലേ? 10 കിലോ മുതൽ നമുക്കിവിടെ 3 കിലോ വരെ ഉള്ളത് ഇവിടെ ഉണ്ട്. ശരി. അതായത് ഇപ്പോൾ ഈ എന്താണ് കൃഷിയിൽ പണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ മങ്കേരി ഭാഗത്ത് ഇതേമാതിരി ഫസ്റ്റ് ഈ തണ്ണിമത്തൻ കൃഷി അന്ന് നമ്മൾ ഈ ഇസ്രായേലിൽ പോയിട്ടോ നമ്മളെ ഗവൺമെൻറ്റോ കൃഷി വകുപ്പോ ഇതിനെ കുറിച്ചിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അവിടെ ഒരു സുഹൃത്ത് ഇതേമാതിരി തണ്ണിമത്തൻ വിളവെടുത്തിരുന്നു. അപ്പോൾ അന്ന് ആൾ പറഞ്ഞിരുന്നത് പിന്നെ ഇതിൽ മണൽ മിക്സ് ചെയ്തിട്ടായിരുന്നു ഇട്ടുകൊടുത്തിരുന്നത് ഇത് തണ്ണിമത്തൻ വളരാൻ. അതായത് ഒരു മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു അന്ന് ഇട്ട് കൊടുത്തിരുന്നുള്ള ആ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത്. അതേമാതിരി ഇതിപ്പോൾ സാധാ മണ്ണിൽ തന്നെ കിടക്കുന്നത്. സാധാ മണ്ണിൽ തന്നെ. അതെന്താ വെച്ചാൽ ഇതിൻ്റെ വേരിറങ്ങലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ അടിയിൽ അടിവളം കൊടുക്കും, കോഴിവളം, അതുപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടിയും കൊടുക്കും. അത് വലിച്ചെടുക്കൽ എപ്പോഴാന്ന് വെച്ചാൽ അത് വേരിറങ്ങി കായക്ക് വരുമ്പോൾ സമയത്താണ് ഇത് വലിച്ചെടുക്കുന്ന സമയം വരിക. ആ സമയത്താണ് ഈ കായക്ക് നല്ലോണം തൂക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേരിറങ്ങണം. അതിനാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കട്ട നമ്മൾ സാധാ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കൈപ്പണി എടുത്തതായിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈപ്പണി എടുത്തായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളൊരു വ്യത്യാസം നമുക്ക് കിട്ടും. കാരണം ഇതിനുള്ളിലൊക്കെ കട്ടായിട്ട് കിടക്കണത്. മറ്റേപോലെ റൊട്ടാക്ടർ വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേര് അടിയിലേക്ക് പോകും. ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ പ്രാവശ്യം വന്നത്. കാരണം ഇവിടെ ചുറ്റുപുറം നെല്ലായ കാരണം നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നുകൊണ്ടാണ്. ആ സമയത്ത് ടില്ലറൊക്കെ നോക്കിയപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മളെ സമയം അത് നമുക്ക് പരിമിതമാണ്. ഇത് ഈ സീസണിലാണ് നമുക്ക് കൂടുതലായിട്ട്, ചൂട് സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഇത് സെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം നോക്കിയിട്ട് നമ്മളിത് കൃഷി ഇറക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നോമ്പ് കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മളിവിടെ വിളവെടുപ്പ് തുടങ്ങിയത്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് മാർക്കറ്റിംഗ് കൂടുതലായി, വില കൂടുകയും ചെയ്ത്, അതുപോലെ തന്നെ ചൂട് കൂടുതലാണ്. അപ്പം മാർക്കറ്റിന് നമുക്ക് ഒരു വിഷയം വന്നിട്ടില്ല. കാരണം ഇവിടെ തന്നെ ആളുകൾ വന്നിട്ട് ഇഷ്ടംമാതിരി കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് കണ്ടെത്തിയ ഏത് കൃഷിയും ലാഭമാണ്. സ്വന്തമായിട്ട് നമ്മൾ മാർക്കറ്റ് കണ്ടെത്തണം. അതെ, നമ്മളൊരു മടിച്ച് നിൽക്കരുത്. അതെ, നമ്മളെ കൃഷിയിലേക്ക് എങ്ങനെ നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായി അതേമാതിരി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മള് എന്താണ് കൃഷി നമ്മൾ നല്ല അധ്വാനിച്ച് അതവിടെ ഒരു കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. മാർക്കറ്റിംഗ് കൂടി അറിഞ്ഞാലാണ് നമ്മൾ തന്നെ ചെയ്യാൻ മാക്സിമം നോക്കുക. അതാണ് ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാൻ ഇപ്പോൾ പഴയ കാലം മാതിരിയല്ല. അപ്പോൾ വീഡിയോകൾ പുറത്ത് കാണുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ് കിട്ടും. പിന്നെ ഇപ്പോൾ കൃഷിയുടെ രീതിയൊക്കെ ഇപ്പോൾ നമ്മളെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടില്ലേ, എല്ലാ അറിവും കിട്ടില്ലേ, എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, കുത്തിയിട്ടത് തൊട്ട് നമുക്ക് വളരുന്ന വരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ആ ഒരു സിസ്റ്റം ഞാൻ കണ്ട്. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങളായിട്ട് ചെയ്തുണ്ടാക്കിയത് സ്വന്തമായിട്ട് ചെയ്ത് നമുക്കിത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മളിതിൻ്റെ ചിലവ് കുറക്കുക. അതെ, വെള്ളം കുറച്ചും നമുക്ക് പ്രൊഡക്റ്റ് കൂടുതലായിട്ട് കിട്ടും വേണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സിസ്റ്റവും ഞാൻ എൻ്റെ ഫാദറും കൂടി ചെയ്തത്. ഞങ്ങൾ രണ്ടാളും കൂടി മൂപ്പരാണ് നമുക്ക് എല്ലാവരും പറഞ്ഞുതരാം. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മൂപ്പരാണ് നമുക്ക് ചെയ്തു തരിക. ഭയങ്കര സപ്പോർട്ട്. അതാണ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ കൃഷിയിടത്തിൽ ആകെ വേണ്ടത്. അതെ, നമുക്ക് വീട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര ഒരു കാര്യമായിട്ടുള്ള എൻ്റെ വിജയം തന്നെ അതന്നെ. പിന്നെന്താ, ഇപ്പോൾ നമുക്കിവിടെ എല്ലാ സിസ്റ്റം നമുക്ക് വളം കൊടുക്കണ സിസ്റ്റങ്ങൾ മുതൽ എല്ലാതും നമ്മളാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ യൂട്യൂബിലുണ്ട്, നമ്മളത് കാണും. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ഇതിലും കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. 50,000-60,000 ഇത് ഈ ഒരു ഏക്കർ സ്ഥലത്ത് ഞാൻ ഒരു പ്രാവശ്യം ഒരാൾക്ക് വിളിച്ചിട്ട് ചോദിച്ചു എത്ര ആവും എന്നുള്ളത് ചോദിച്ചു. പിന്നോട് 60,000 ഇതിൽ സെറ്റ് ചെയ്യാൻ മാത്രം 60,000 ആകെ എന്നോട് പറഞ്ഞു മൊത്തമായിട്ട് സെറ്റ്, അതായത് ഈ പൈപ്പും കാര്യങ്ങളും മൾച്ചിങ് ഷീറ്റ് വരെ. പക്ഷെ നമുക്കത് ഇവിടെ ഒരു 10 രൂപ താഴെ നമ്മൾ ചെയ്തപ്പോൾ 10 രൂപ താഴെ. അതായത് നമ്മൾ മെനക്കെടാൻ തയ്യാറായാൽ നമുക്കത് പഠിച്ചെടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത്രത്തോളം പൈസ ലാഭം കിട്ടിയില്ലേ, അതൊരു കൃഷിയിൽ വേറൊരു ലാഭമാണ്. അത് ഒരിക്കലും ഒരു 60,000 ചിലവാക്കിയിട്ട് നമുക്ക് ആ കൃഷി ചെയ്ത് പിന്നെ അത് വിളവെടുത്ത് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമുക്ക് വിളവെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പൈസ തന്നെ കിട്ടുമെന്നുള്ള സംശയമാണ്. അത് കിട്ടും വളരെയധികം. ഇപ്പോൾ പിന്നെ അങ്ങനെ കുറേ പണ്ട് നമ്മളെ ഒരു കുറച്ച് കാലം മുന്നേ വരെ നമ്മളെ നാട്ടിൽ കൃഷിയിൽ നിന്ന് ആളുകളൊന്നും ഒഴിഞ്ഞു നിന്നു. എനിക്ക് തോന്നുന്നത് ഈ കൊറോണ സമയത്താണ് തോന്നുന്നത് ഈ കൃഷിയിൽ രണ്ടാമതൊരു തിരിച്ചുവരവ് കൃഷിയിലേക്ക് ജനങ്ങളെടുത്ത് കഴിഞ്ഞ്. അതിപ്പോൾ ഒരു കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ പുതിയ സിസ്റ്റം വഴി യൂട്യൂബ് എന്നൊക്കെ വന്ന കാരണം അതായത് ഇപ്പോൾ നല്ല വിളവെടുക്കാനും കഴിയുന്നുണ്ട്. പുതിയ മാർഗങ്ങൾ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവ് കിട്ടുക എന്നുള്ളത്. പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ
ഓരോന്ന് പുതുതായിട്ട് ഇങ്ങനെ ആലോചിച്ച് വരും. അതെ അതെ. അപ്പോൾ ഏതാണ് വിജയം കണ്ടെത്തുന്ന ആളത് യൂട്യൂബിൽ സ്വാഭാവികമായിട്ട് ഇടും. അതെ അതെ അതെ. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് അറിവ് കിട്ടുകയാണ്. അതെ അതെ. ഏതാണ് വെറൈറ്റി? ഇത് ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മളെ സാധാ നാടൻ തണ്ണിമത്തൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ കുറേ വിത്തുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഐറിസിൻ്റെ കമ്പനിയുടെയാണിത്. ഇത് അവരെ കമ്പനി നമുക്ക് ആദ്യം ഒരു വിത്ത് കിട്ടി, പക്ഷെ അത് കംപ്ലൈൻ്റ് ആയ സമയത്ത് നമ്മൾ ഡയറക്റ്റ് അവർക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ അയച്ചതാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പം വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഏകദേശം എത്ര കിലോ വരെ വരും? ഇത് നമുക്ക് ഏകദേശം നല്ല പ്രോപ്പറായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും വെച്ചാൽ ഒരു 10 കിലോ വരെ നമുക്കുണ്ടാവും. ഇതാണ് നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ കാണുന്ന അതിൽ പെട്ടത്. ഇതിന് അത് ഞാൻ അവിടെ അടുത്തേ ഞാൻ ഒരു വ്യത്യാസം കാണിച്ചാൽ ഇതിൽ കറക്റ്റ് ഭയങ്കര കളറാവും, ഈ പച്ച കളർ. ഞാൻ അടുത്ത ഒരു വെറൈറ്റിയിൽ ഞാൻ അതിൻ്റെ വ്യത്യാസം വേറെ കാണിച്ചു തരാം. ഇനി ഇവിടെ ഉള്ളത് ഷമാമാണ്. അതെ അതെ, ഷമാമ നമ്മൾ ചെയ്യുന്നത് ഗോൾഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ മഞ്ഞ കളറ് ഉള്ളിൽ വൈറ്റ് കളറാവും. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താ വിചാരിക്കാന്നറിയോ? ഈ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വെയിൽ കൊണ്ട് ചുങ്ങിയ മാതിരി ഒരു ഇത് ഇങ്ങനെ തന്നെ ഒരു വെറൈറ്റി. ഇതിപ്പോൾ പച്ചയിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ കാരണം പച്ചയിൽ തന്നെ ഒരു ചുങ്ങിയ മാതിരി കാരണം ഇതുണ്ടോ, പച്ചയിൽ തന്നെ ഒരു ചുങ്ങിയ മാതിരിയായി. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം വള്ളിയൊക്കെ മൂത്തൊക്കെ കഴിഞ്ഞതാണ്. അതാണിപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത്. അതായത് ഇലക്കെ ഒരു നമ്മൾ നന നിർത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നനയിട്ടില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടല്ലേ, അപ്പോൾ അത് താങ്ങാനുള്ള ഒരു ഇത് ഇവർക്കില്ല. അപ്പോൾ ഈ വിളവെടുപ്പായി കഴിഞ്ഞാൽ എത്ര ദിവസം മുന്നേ നമ്മൾ ഇതിൻ്റെ ശരിക്ക് ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിൻ്റെ നന നിർത്തി കൊടുത്താൽ മധുരം കൂടുള്ളൂ. ഈ വള്ളിമുള്ള നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അത് അവരുണ്ട് വലിച്ചെടുക്കും. അപ്പോൾ അത് കണ്ടില്ല, ഇതൊക്കെ ചൂടുകൊണ്ട് പൊട്ടണത്. ഇതൊക്കെ മൂത്താ പൊട്ടി കഴിഞ്ഞില്ലേ? ഇതാ, പക്ഷെ ഉള്ളിലേക്ക് കേടുണ്ടാവില്ല. അത് ഈ ഒരു ഭാഗം നമുക്ക് എടുക്കാം. പൊട്ടിയതാണ് വേറെ. ഇത് ഈ വെറൈറ്റിക്ക് എന്താ മധുരം കുറവായി കാരണം, പക്ഷേ നമുക്ക് കഴിക്കാൻ നല്ല ജ്യൂസ് അടിക്കാനാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതെ, ജ്യൂസ് അടിക്കാനാണ് കൂടുതലായിട്ട്. ഇതിൻ്റെ കളർ തന്നെ ഉണ്ടല്ലേ, ഒരു ഗോൾഡൻ കളറാ. പച്ച കളറേ കാരണം, ഉള്ളിലൊരു ഓറഞ്ച് കളറായിട്ടുള്ള. അതെ അതെ, ഇതങ്ങനെയല്ല. ഇത് നമുക്ക് വെള്ളരി ടൈപ്പ്. അതെ അതെ, വെള്ളരിയുടെ ഏകദേശം ഈ വെള്ളരി വർഗത്തിൽപ്പെട്ട തന്നെയാണ്. ഷമാമ കംപ്ലീറ്റ് വെള്ളരി വർഗത്തിൽപ്പെട്ടൊരു സംഭവം തന്നെയാണത്. നമുക്ക് ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാം. നമുക്ക് ഇവിടുന്ന് 2-3 ഏരിയ നമ്മൾ ഓറഞ്ച്, ഉള്ളിൽ ഓറഞ്ച് കളറുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് കടക്കുന്ന തന്നെ പിടിച്ച് നോക്കാം. ഉള്ളിൽ ഓറഞ്ച് കളർ. അപ്പോൾ മൂത്തത് നോക്കിയിട്ടേ മുതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഏകദേശം മൂത്തിട്ടുണ്ടാവും. കട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊരു വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ ഓറഞ്ച് കളർ, ഉള്ളിൽ ഓറഞ്ച് കളർ. ഇതേമാതിരി തന്നെ വേറൊരു സാധനം ഉള്ളിൽ മഞ്ഞ ടൈപ്പ്. അത് ചെയ്യണ്ടോ? നമുക്ക് അവിടെ ഉണ്ട്. ഒരെണ്ണം അത് നമുക്ക് വിളവെടുത്ത് നോക്കാം. സാധാരണ മധുരം ഉണ്ടോന്ന് തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വേണ്ട അതാണ്, നിങ്ങളെ അഭിപ്രായങ്ങളാണ്. കൃഷി എന്നുള്ള സംഭവത്തിൽ നമുക്ക് അംഗീകാരങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത്. ഒന്ന് കഴിച്ചു നോക്കി. വാ ഒന്ന് കഴിച്ചു നോക്കാം. ഓറഞ്ച് കളറാട്ടാ. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഓറഞ്ച് കാണിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു മഞ്ഞ രീതിയിലാക്കാരം വീഡിയോയിൽ കാണുന്നുണ്ടാവും, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിനുള്ളത്. നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കണില്ല, വീഡിയോ എടുക്കാൻ നിൽക്കില്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത നോക്കാം. അപ്പോൾ കണ്ടയിൽ വെച്ചിട്ട് ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ മധുരമായിട്ട് നല്ല മധുരമുണ്ട്, നല്ല മധുരമായിട്ട്. അതായത് നമ്മൾ ചിലപ്പം ഇതിൻ്റെ ചിലപ്പോൾ കളർ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ, അതായത് നമ്മുടെ ഈ റെഡ് കണ്ടിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു മധുരം കുറവ് ഉണ്ടാവും എന്നുള്ളൊരു ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് കറക്റ്റ് മൂപ്പ് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാ ഫുള്ള് മൂത്ത ഇതാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇതിലൊക്കെ വിത്തും കുറവാട്ടാ. വിത്തും കുറവാണ് അല്ലേ. ഇപ്പം ഈ ഇതിൻ്റെ
ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഇതൊക്കെ കൃഷി ചെയ്ത് ഇതിന്റെ ഉള്ളിൽ വരുന്ന വിത്ത് ആണോ ഇതിൽ ഉപയോഗിക്കുന്നത്? അല്ല നമ്മളങ്ങനെ പരീക്ഷണത്തിൽ നിൽക്കലില്ല. ഇത് വിത്തുകൾ എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ നിന്ന് വരുന്ന മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഹൈബ്രിഡ് മാത്രം. നമ്മളിവിടെ ഉപയോഗിച്ച് ഇപ്പോൾ ഈ വിത്ത് ഉപയോഗിച്ചാൽ നമുക്ക് കായ കിട്ടിക്കൊള്ളണമെന്ന് ഉറപ്പില്ല. ഇത് അവർ കുറേ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വിത്തുകളാണ് നമുക്ക് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷണത്തിൽ പൊതുവേ വിത്തിൻ്റെ കാര്യത്തിൽ ആദ്യം കൃഷിക്ക് നന്നാവേണ്ട വിത്താണ്. വിത്ത് നന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സാധനം നന്നാവില്ല. പിന്നെ നമ്മൾ മെനക്കെട്ടിട്ട് കായ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിത്ത് നന്നാവണം. തല നന്നായാലേ വാല് നന്നാവുള്ളൂ. അതാണ് വ്യത്യാസം. നമുക്ക് വേറൊരു വെറൈറ്റിയും കൂടി നമുക്ക് കട്ട് ചെയ്യാം. അടിയല്ലേ അപ്പോൾ ചെറുതായിട്ട് എടുക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിന്ന് തീരൂല. ഞാൻ വേറെ ഡയലോഗ് അടിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയത് നമുക്ക് ചോദിക്കാമല്ലോ. ചെറിയ കഷ്ണാക്കി തിന്നാ പോവില്ല. നോമ്പിന്റെ തലേന്ന് അന്ന് നോമ്പാണെന്ന് ഞാൻ ഓനോട് പറഞ്ഞു തിങ്കളാഴ്ച നോമ്പായി നമുക്ക് സാമ്പിളൊന്നും കിട്ടൂല. മഞ്ഞ എന്തൊക്കെയായാലും പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ വരണം. മാഷാല്ലാ സൂപ്പറല്ലേ? നല്ല ഉഷാറാണ്. ഇതൊന്നും മാർക്കറ്റിൽ പോയാലേ നമ്മൾ ആ ചോപ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ പോയി നമ്മൾ കുറേ എണ്ണത്തിമ മേടി വെക്കും. എന്നിട്ട് പേരെ കൊണ്ടുപോയിട്ട് തുറന്നു നോക്കുമ്പോ 5 കായ്ക്കുണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. ഇതിൽ വെള്ളത്തിന്റെ അംശം കൂടുതലല്ലേ? അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മിഞ്ഞാന്ന് ഇന്നലെ തൊട്ടിട്ട് നന നിർത്തിയിട്ട് എത്ര ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഒരാഴ്ച നില നിർത്തിയിട്ട് കിടക്കണം. എന്നാൽ ഈ വള്ളിയിലുള്ള വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കഴിച്ചാൽ മതി. നല്ല വെള്ളത്തിന് അംശമായി. ഇത് ഇറാനിലെ വെറൈറ്റി. ഇതിനെ കണ്ടില്ലേ? മൂപ്പ അതിൻ്റെ കറക്റ്റ് സിമ്പിളാണിത്. മഞ്ഞ കളർ കണ്ടിയിൽ ചില ആൾക്കാർ തിരിച്ചിട്ട് കൊടുക്കും. എന്താ നല്ല ചൂത്ത കളർ ഇട്ടാ ഇറാനിയ വത്തക്ക. അടിപൊളി. ഒന്ന് കഴിച്ചു നോക്ക്. നല്ല പള്ളം ഞാൻ ഇവിടെ നടക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു അതിൻ്റെ വേറെ വ്യത്യാസമാണിത്. ഇത് പക്കീസ എന്നുള്ള വിത്താണ്. ഇതില് മറ്റേ ഐറേസ് സാമ്രാട്ട് എന്ന് പറഞ്ഞൊരു വിത്താണത്. ഇതിൻ്റെ ആ കളറും മറ്റേ ഗ്രീൻ കൂടുതലേക്കാരം. ഇത് കണ്ടില്ലേ? ഗ്രീൻ. ഇതിന് വ്യത്യാസങ്ങൾ അടക്കം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രീൻസ് കുറവേ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇതോ കായ്ച്ചില്ല, ആവുന്നേ ഉള്ളൂ. ഇതല്ല ഇത് ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ സാധനം, അതായത് പിന്നെ നമ്മളെ ഈ ഒരു കക്കരി ഭാഗത്ത് ഇത് ജ്യൂസ് അടിക്കാനാണ് കൂടുതലായിട്ട് പോകുക. ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കാം. എനിക്കറിയില്ല എത്ര. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമല്ല. ഉണ്ട് പാൽവെള്ളരി, അതുപോലെ തന്നെ പൊട്ടുവെള്ളരി, പല പേരിൽ ഇതിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിന് മൂപ്പാണ് തൊട്ട് കഴിഞ്ഞാൽ ഇതാണ് പൊട്ടും. പിന്നെ നമ്മൾ ഐസ്ക്രീം കോരിയെടുക്കുമ്പോൾ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഹൈബ്രിഡ് വെണ്ടത്തൈകളാണിത്. അവർ വിത്ത് തന്നിട്ട് നമുക്ക് ഒരുപാട് പ്രോത്സാഹനം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിലും കൃഷി വകുപ്പിന്നൊക്കെ നല്ലൊരു ഇത് വരുന്നുണ്ട്. അതെ പഴയമാതിരി ഒരു ജോലി ജാത മേഖല. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വളമാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ നമുക്ക് പറഞ്ഞുതരും. ഇവിടെ സന്ദർശിക്കലുണ്ട്, വന്ന് നോക്കലുണ്ട്, എന്താ അവസ്ഥ, എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കലുണ്ട്. ഇത് പയറിൽ തന്നെ മീറ്റർ പയറായിട്ട് വരുന്നൊരു സാധനമാണിത്. അല്ല, മീറ്റർ പയർ നീണ്ടിട്ടുള്ള ഒരു പയറല്ലേ? നീളം കൂടി. അതാണ് നമ്മളെ നാടൻ പയറിന് എങ്ങനെയാലും ഒക്കൂല. അതാണ് ഇപ്പോൾ പൂവിടൽ തുടങ്ങിയിട്ടുള്ളൂ. അതിനാണ് നമ്മളിവിടെ വല കൊടുത്തിട്ടുള്ളത്. ഈ വല നമുക്ക് അങ്ങനെ കയറ്റി ഇപ്പോൾ 2 ഏരി, ശരിക്കും ഒരു ഏരിക്ക് ഒരു വലയാണ് കൊടുക്കല്. പക്ഷെ നമ്മൾ കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന കാരണമാണ് 2 ഏരിക്കും കൂടി ഒരൊറ്റ വല കൊടുത്തിട്ട് ഇത്രയും നീളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇടയിൽ കാല് കൊടുത്തിട്ട് നമ്മൾ വലിച്ചു കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള അടുത്താണ് ചിരങ്ങ.
മത്തനതാ. അപ്പോൾ നമുക്ക് ആർക്കും അപ്പോൾ എനിക്ക് വരെ അറിഞ്ഞിരുന്നില്ല ചെരങ്ങൻ്റെ ഇല ബെസ്റ്റ് സാധനമാണ്. നമുക്കൊക്കെ മത്തൻ്റെ ഇല നമ്മൾ കറി മറ്റേ താളിച്ചിട്ടേ നമുക്ക് പരിചയമുള്ളൂ. ചെരങ്ങൻ്റെ ഇല ബെസ്റ്റ് സാധനം, നല്ല ടേസ്റ്റാണ്. ഇനി വെണ്ടയുടെ ഉപയോഗത്തിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്, ചീര. ഇത് നമുക്ക് ഒരു ഇടവരുമാനമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതാ ഇടയിൽ അതൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചു. ഇവിടെ എന്തായാലും പ്രശ്നം വെച്ചാൽ നല്ല വെയിലായ കാരണമാണ് ഇപ്പോൾ ഇടയിലൊന്നും കാണാൻ പറ്റാത്തത്. കുറേ വെച്ചതൊക്കെ പോയതാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. വേണ്ട ഇപ്പം മൾച്ചിങ് ഷീറ്റ് കൊടുക്കാതെ നമ്മളുള്ള അവസ്ഥ കേട്ടത്. ഇതിൻ്റെ ഇടയിൽ ചീരും പൊന്തിയിട്ടുണ്ട്. അല്ല നമുക്ക് ഇതിൽ മൾട്ടി ഷീറ്റ് കൊടുത്തൂടെ? ഇതിലിഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൊടുക്കാം, അങ്ങനെ നേരെ നിർത്തി വെച്ചിട്ട് നമുക്ക് വിത്തിട്ട് കൊടുത്തിട്ട് നനച്ചാൽ മതി. അത്ര ഇതാണ് ചെറുചീറ്. ആയിട്ടില്ല ഇത്. അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ പാലക്ക് ചീര ഇട്ടതാ, പക്ഷെ അതിനേക്കാളും കൂടുതൽ നെല്ല പൊന്തിയുള്ളത്. പാലക്ക് ചീര ഇട്ടതാണത്. ഇടയിലുണ്ടാവും. പാലക്ക് ചീരയാണ് അതിൻ്റെ ഇടയിലുണ്ടാവും. അവിടെ മറ്റേ കൃഷിഭവൻ കിട്ടിയിരുന്നു. പാലക്കുണ്ടല്ലോ കറി വെച്ചാൽ ചിക്കൻ കറി മാറിക്കും. സൂപ്പറാ. അതായത് നമ്മളെ ഉരുളൻകിഴങ്ങ് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാല്. പിന്നെ കയ്പ. ഈ കയ്പ നമ്മൾ ഈ പന്തൽമ കൊടുക്കാനുള്ളതാ. അതെ, പന്തൽ ഏറ്റവും നല്ലത്. കായഫലങ്ങൾക്ക് തൂങ്ങി കിടക്കുന്ന സാധനമൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സാധനം എന്തായിരിക്കും, ഇതാണ് നമ്മൾ പരീക്ഷണത്തിൽ നമ്മൾ ചെയ്തൊരു മുതലാണിത്. അതായത് നമ്മൾ സലാഡിലൊക്കെ ഉപയോഗിക്കണ വാസികൾക്കും പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ കിട്ടൽ തുടങ്ങിയിരിക്കണ ചിലപ്പോൾ. ഞാൻ കേരളത്തിൽ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ കൃഷിഭവനിൽ കിട്ടിയാണ് ഇതിന്റെ വിത്തുകൾ. ഇത് നമ്മൾ പുറത്തുനിന്ന് ബിഗാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ബിഗാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ആ ആപ്പിൽ നിന്ന് കിട്ടിയത് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇത് 75 ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് അവർ പറയണത് വിത്തിന്. 75 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുപ്പ് തുടങ്ങും. നമ്മളെ ഇപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ കൂടി ചേരല്ലേ? അതെ അതെ അതെ. നമ്മളെ ഇതിന് വേറൊരു പേരുണ്ട്, ചൈനീസ് ക്യാബേജ് എന്നാണ് പേരുള്ളത്. ചൈനീസ് ക്യാബേജ്, അതിലുള്ള പേരിൽ ചൈനീസ് ക്യാബേജ്. നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ട് മേടിച്ചു എന്നുള്ളൂ. ചെറിയ പൈസ വന്നിട്ടുള്ളൂ, ഒരു 300 ചില്ലാറ് പേര് വന്നിട്ട്. നമുക്ക് ഒരു ഏക്കർ ചെയ്യാനുള്ള വിത്ത് അതിലുണ്ടാവും. ഷമ്മാമ് കട്ട് ചെയ്യുക അല്ലേ? ഇത് മധുരമല്ല, ഇത് നന്നായിട്ട് ജ്യൂസിന് പോകണതാണ്. പക്ഷെ എന്താ വെച്ചാൽ കഴിക്കാൻ രസമാണ്. هذا شمام رئيس يوم الخميس. ഇത് ഇടക്കിടക്ക് ക്യാച്ച് ചെയ്യണ്ടല്ലോ. തൊലി ഒഴിവാക്കുക. സത്യമാണോ തൊലി ഒഴിവാക്കാൻ? വേണ്ട. നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തായിട്ടാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിവിടെ പൈപ്പ് അവിടെ നമ്മളൊരു ഇത് കൊടുത്തേക്കാണ്. രണ്ടുക്കും വെവ്വേറെ നനക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ കോയൽക്കിണറുണ്ട്, ഇവിടെ കിണറും ഉണ്ട്. ഇവിടെ നല്ല വെള്ളമുള്ള ഏരിയയാണ്. ഈ സാധനത്തിന് പ്രധാനമായിട്ട് നമുക്ക് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ നനക്കണ പൈപ്പാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇതൊക്കെ പുല്ല് കാട് വെട്ടി തുടങ്ങി, ഒക്കെ നന വന്നുകൊണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നമ്മൾ പിന്നെ വളം കയറ്റുന്നത് ഈ ഒരു സംഭവത്തിലാണ്. ഇത് വെഞ്ചറി. ഇതിലൊരു വാൾവ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പകുതിയോളം നമ്മളുകൊണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ, ഇതുകൊണ്ട് പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ വെള്ളത്തിൻ്റെ പ്രഷർ അടിച്ച് കയറിയിട്ട് ഇതിലൊരു മറ്റേത് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുവാൾവ് മാതിരത്തൊരു സാധനത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ വെള്ളം വലിച്ച് കയറി ചെയ്യാം. അപ്പോൾ ഇതിൽ കൂടെ കുറേശ്ശെ വെള്ളം കയറുള്ളൂ, ഇതിൽ കൂടെ നേരിട്ട് പോവുക. ബാക്കിയുള്ള പ്രഷർ ഇങ്ങനെ പോയിട്ട് ഇതിൽ നിന്ന് ഈ വളം കൂടി ചേർന്ന് ഇതിൽ കൂടെ ചാടും. പിന്നെ അത് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പോവുക. അവിടെ നമ്മളൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ ഫിൽറ്ററിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ, അഥവാ നമ്മൾ വരുന്ന വെള്ളത്തിൻ്റെ ഇതിലൊക്കെ എന്തെങ്കിലും കച്ചറയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഡ്രിപ്പ് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തൊരു സാധനമാണ്. ഇപ്പോൾ ഇതിൽ കച്ചറ കണ്ടില്ലേ, ഇതിൽ വന്ന് അടഞ്ഞോളും. അത് ഇടയ്ക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതുണ്ടോ
ഇതാണ് നമ്മളിവിടെ ഒരു വാൾവ്, ചെറിയ ചെറിയ വാൾവുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഭാഗം നനക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൾവ്. ഈ വാൾവ് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഉള്ളൊരു ഇത് വരുന്നുണ്ട്. ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ വാൾവാണ്. അഥവാ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. ഈ നന നിർത്തേണ്ട ആവശ്യമൊക്കെ വരുന്ന സമയത്ത് പൂട്ടിയിടും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാണ് ഡ്രിപ്പ്. ഇതിൽ കൂടെ ഒരു തുള്ളി വെച്ചിട്ട് ഇങ്ങനെ ചാടും. ഇത് 250-ൻ്റെയാണ് ഈ പൈപ്പ് വരുന്നത്. ഇതിൻ്റെ വില കൂടിയ പൈപ്പ് ഞാൻ വേറെ കാണിച്ചു തരാം. ഈ പൈപ്പ് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോവാണ് PVC പൈപ്പ്. ചെറിയ ഓട്ടൊക്കെ അടഞ്ഞു പോയി ഫിൽറ്റർ. ഇതിപ്പോൾ 250 വരുന്നത്. ഇനി വേറൊരു പൈപ്പ് വെച്ചാൽ അത് നമുക്ക് 16 റുപ്യാണ് ഒരു മീറ്ററിന് വരുന്നത്. അതിന് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇവിടെ കൊടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു ഇത്രത്തോളം എന്താണ് നമ്മൾ നനക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഡ്രോപ്പ് ആയിട്ടല്ലേ വീഴുക. അതെ. അപ്പോൾ നമ്മൾ എത്ര സമയം നമ്മൾ ഇത് ഇടേണ്ടി വരും? ഇതിപ്പോൾ ഏകദേശം ഒരു 55 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 55 സെൻറ്റ് സ്ഥലത്തേക്ക് നമ്മളൊരു കണക്കൂട്ടൽ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ്. അതാണ് നമ്മളെ കണക്കൂട്ടലുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഏകദേശം നനഞ്ഞതായിട്ട് കാണുമ്പോൾ നമ്മൾ നിർത്തും. അപ്പോൾ അതിലൊക്കെ നന വരുന്നുള്ളൂ. ഇതുണ്ടോ നല്ല പുതില, നല്ല പുതിൽ. അത് ഈ പേപ്പറിൻ്റെ ഒരു ഗുണമാണത്. അപ്പോൾ ഇത് 20 മൈക്രോൻ്റെയാണ്. 20, 25, 30 പിന്നെ മേപ്പെട്ടൊക്കെ ഉണ്ട് വന്ന്. നമ്മളിവിടെ 20 ഉപയോഗിച്ചത്. ഈ 20-ന് വരുന്നത് ഇത് ഹോളുള്ളതിനെ നമ്മൾ മേടിച്ചതാട്ടോ. 400 മീറ്റർ അല്ലല്ല, ഇത് കമ്പനിയിൽ തന്നെ ഹോള്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഹോള് ഇടുക ചെയ്തിരുന്നു. അത് 30 മൈക്രോ, നല്ല തിക്നെസ് കൂടുതലാവും. തിക്നെസ് കൂടുന്നിടത്തോളം നമുക്ക് വെയിലിൻ്റെ അപാകത കുറയും. ഇപ്പോൾ നന നിൽക്കണ കണ്ടില്ലേ, അത്രയും നന നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ വെയിലടിച്ചാലും നമുക്ക് വല്ലാതെ പ്രശ്നം വരില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ട്രിപ്പ് തന്നെ നമ്മളവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പണി കഴിഞ്ഞാൽ നമുക്ക് കൈയും കെട്ടി നോക്കിയേക്കാം, മോട്ടർ ഇട്ടാൽ മാത്രം മതി. മറ്റേത് പിടിച്ച് നനക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു റിസ്ക് കൂടുതലാണ്, പണി കൂടുതലാണ്. നമുക്കിത് ഇവിടെ ഓണാക്കിയിട്ട് നമുക്ക് അടുത്ത പണി നോക്കാം. ഇത് വേറൊരു പൈപ്പാട്ടോ. ഇത് കട്ടി കൂടിയ പൈപ്പാണ്. ഇത് കട്ടി കുറഞ്ഞ പൈപ്പാണ്. ഇത് രണ്ട് പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണുന്നുണ്ട്. നല്ല സോഫ്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനിപ്പോൾ അടുത്ത കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളെ ഈ ഷീറ്റ് കിട്ടൂല. പിന്നെ ഈ 250 നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് 4-5 കൊല്ലം ഉപയോഗിക്കാം. അതിൻ്റെ കട്ടി കനം അതുപോലെ തന്നെ വ്യത്യാസം തന്നെ നോക്ക്, അത്രയും ഇതാവും. പിന്നെ മറ്റേനെ മാതിരിയല്ല, ഇതിൻ്റെ ഡ്രിപ്പ് വരുന്നതാ ഈ ഒരു അവസ്ഥയല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇത് കയറ്റി. ഇത് 4 ഹോൾ വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ 2 ഹോള്, മുകളിൽ ഹോള്. ഒരു ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹോള് തുറക്കും. അതിൻ്റെ സിസ്റ്റമാണത്. ഇതൊരു മീറ്ററിന് നമ്മൾ അന്ന് മേടിച്ചത് 16 റുപ്യ, കഴിഞ്ഞ വർഷത്തെ ഇതാണ്. പക്ഷേ ഇത് നമുക്ക് 60 സെൻറ്റിമീറ്ററിലാണ് ഈ പൈപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ മറ്റേ പൈപ്പ്, അത് 40 സെൻറ്റിമീറ്ററാണ്. ഈ 40 സെൻറ്റിമീറ്റർ ആകുമ്പോൾ കൂടുതൽ നന കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് 60 സെൻറ്റിമീറ്റർ അത്രയും ലോങ്ങിലേക്കാണ് വെള്ളം ചാടുക. അപ്പോൾ അത് നന കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വളം കൊടുക്കുന്ന സമയത്തൊക്കെ വേർക്ക് കിട്ടാനും പ്രയാസം. അത് കാരണം ഇത് നമ്മൾ ലാസ്റ്റ് ബാക്കി വന്ന ഭാഗത്തേക്ക് മാത്രം മാറ്റി വെച്ചിട്ട് മറ്റേത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതെടുത്തിട്ടുള്ളത്. അലിബായുടെ കൃഷിത്തോട്ടത്തിലാണ്. അപ്പോൾ ഇതുവരെ കണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കണ്ടു, പറഞ്ഞു തന്ന് വളരെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് നമുക്ക് വേഴം വെള്ളിയൊക്കെ NGA ട്രേഡിങ്ങിൻ്റെ അടുത്ത് പരിസരത്തുണ്ടാവും. എല്ലാ കച്ചവടക്കാർക്കും സ്പെഷ്യൽ ഓഫറാട്ടോ. ആ കച്ചവടക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ബത്തക്ക കൃഷി എല്ലാവരും വാങ്ങി വിജയിപ്പിക്കുക. എന്നാലേ അടുത്ത വർഷം ഇതുപോലെ ഭംഗിയിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള നിങ്ങളൊരു പിന്തുണ തീർച്ചയായിട്ടും വേണം. അപ്പോൾ NGA ട്രേഡിങ്ങിൻ്റെ ആടെ ഉണ്ടാവും. നാസർക്ക് പ്രത്യേകം നിങ്ങളെ കുറേ കസ്റ്റമർ നിങ്ങളെല്ലാവരും വാങ്ങിക്കണേ.